ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയനിർമ്മല സൂര്യയോട് പറയുകയാണ്, സുജിത് മേനോനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അല്ലാതെ 15 ദിവസത്തിൻ്റെ ആ ഒരു കാലതാമസമൊന്നും വേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അതൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാം, പക്ഷേ അതിൻ്റെ മുന്നേ ആരാണ് 10 കോടി രൂപ അക്കൗണ്ടിൽ നിന്നും എടുത്തത് എന്ന് കണ്ടുപിടിക്കണം. അർജുൻ പറഞ്ഞ പ്രകാരം കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നൊക്കെ പറയട്ടെ. അപ്പോഴൊക്കെ മാനസയ്ക്ക് ഇങ്ങനെ നല്ല പരിഭ്രമം പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാനസയുടെ മുഖത്തേക്ക് ഭാവനയും സൂര്യയും ശ്രദ്ധിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മാനസയിൽ സംശയം അർജുൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ഭാവനയ്ക്കും സൂര്യയ്ക്കും നല്ല സംശയം വരികയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ പൈസ എവിടേക്കാണ്, ആരാണ് ഇതിൻ്റെ പിറകിൽ എന്നെ കളിച്ചത് എന്നൊക്കെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ജയനിർമ്മല ഭാവനയാണ് കേട്ടോ സംശയത്തോടു കൂടി നോക്കുന്നത്. സൂര്യ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണം, നീ പറഞ്ഞതുപോലെ വീട്ടിലുള്ളവർ തന്നെയാണ്, കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നൊക്കെ ഭാവനയുടെ മുഖത്തേക്ക് സംശയത്തോടു കൂടിയിട്ടാണ് ജയനിർമ്മല നോക്കിയിട്ട് പറയുന്നത്. അപ്പോൾ ഭാവനയ്ക്ക് ഇപ്പോഴും ആൻറ്റിക്ക് എന്നെ സംശയമുണ്ട് എന്നുള്ള കാര്യം ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഭാവന നേരെ മാനസയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് മാനസയോട്, എന്താ മാനസ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, പൈസ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് പോലീസിനെ അറിയിച്ച് സൈബർ സെല്ല് വഴി ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചതാണ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ മാനസയുടെ സംശയത്തിൽ മാനസയ്ക്ക് തോന്നുന്നുണ്ട്, ഭാവനയ്ക്കും സൂര്യയ്ക്കും എന്നിൽ സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അവരുടെ സംസാരമൊക്കെ കാണുമ്പോൾ എന്നൊക്കെ മാനസ സ്വയം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാവനയും സൂര്യയും കൂടി മുകളിലേക്ക് പോകുന്ന സമയത്ത് സൂര്യ മാനസയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മാനസയുടെ പരിങ്ങലും മാനസയുടെ പരിഭ്രമവും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. റൂമിലെത്തിയ ശേഷം ഭാവന സൂര്യയോട് പറയുകയാണ്, ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ആൻറ്റിക്ക് എന്നെയാണ് 10 കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും ഞാനാണ് എടുത്തത് എന്നൊക്കെ ആൻറ്റി പറഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം വരാൻ? എന്നോടുള്ള സംശയവും എന്നോടുള്ള ദേഷ്യവും ഇതുവരെയും ആൻറ്റിക്ക് മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം. അർജുൻ പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിൽ. പക്ഷേ മാനസയെ എനിക്ക് സംശയമില്ല, മാനസയല്ല അതിൻ്റെയൊക്കെ പുറകിൽ, മാനസയുടെ അച്ഛനും അമ്മയുമാണ് എനിക്ക് സംശയമുള്ളത്. അപ്പോൾ സൂര്യയ്ക്ക് ജയനിർമ്മലയ്ക്ക് സംശയമുണ്ട് എന്ന് കേട്ടതോടുകൂടി ഞാൻ ഇപ്പോൾ തന്നെ അമ്മയോട് ചോദിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഭാവന തടയാണ് കേട്ടോ. വേണ്ട, ആൻറ്റിയോട് ഒന്നും ചോദിക്കേണ്ട, ആൻറ്റിക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരവും വേണ്ട. ആരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെങ്കിൽ അവരെ കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നാൽ ആൻറ്റിക്ക് എന്നോടുള്ള സംശയം മാറുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് ദേവൻ വരുന്നത്. എന്നിട്ട് ദേവനും ഭാവനയും സൂര്യയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ മാനസ ഒളിഞ്ഞു നിന്ന് കേൾക്കാണ്ട് ഇവരെന്താണ് ഈ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാനസയെക്കുറിച്ച് ഭാവന പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മാനസയ്ക്ക് ഇങ്ങനെ പേടി പോലെ വരികയാണ്. അച്ഛനെയും അമ്മയെയും ആണല്ലോ ഇനി സംശയിക്കാൻ പോകുന്നത് എന്നൊക്കെ മാനസ ചിന്തിക്കുന്നുണ്ട്. ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും, ഞങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ള പരിഭ്രമത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ദേവൻ പറയുന്നുണ്ട്, മാനസയുടെ അച്ഛൻ അജയനെ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഒരു തവണ പൈസയുടെ ഇടപാടിൽ അയാൾ തട്ടിപ്പ് നടത്തിയപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ്. വീണ്ടും അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അയാളെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് നല്ല സംശയമുണ്ട്. അർജുൻ പറഞ്ഞതുപോലെ അജയനായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ പുറകിൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അജയനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞത് കേൾക്കുമ്പോൾ മാനസയ്ക്ക് പേടിയാവുകയാണ്. അങ്ങനെ മാനസ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് സൂര്യയും ഭാവനയും ദേവനും കൂടി സംസാരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് പോലീസിൽ ഒരു പരാതി കൊടുത്തത് കൊണ്ടും ഇനി മറ്റെന്തെങ്കിലും മാർഗം നമുക്ക് കണ്ടെത്തണം. ആരാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചത്? നമ്മൾ അന്ന് 7 പേരാണ് ഈ വീട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ വീട്ടിൽ നിന്നും നമ്മൾ അറിയാതെയാണ് ഫോൺ എടുത്തിട്ടുള്ളത്, എന്നിട്ടാണ് OTP പറഞ്ഞു കൊടുത്തത്. അപ്പോൾ OTP എൻ്റെ ഫോണിലേക്ക് വന്നത് കൊണ്ട് തന്നെയാണ് ആ പൈസ നഷ്ടമായത്, അല്ലാതെ മറ്റുള്ള രീതിയിലൊന്നുമല്ല എന്ന് സൂര്യ ഭാവനയോട് പറഞ്ഞു കൊടുക്കും. പിന്നീട് അംബാലികയും അനിരുദ്ധൻ്റെയും അടുത്തേക്ക് അഭി വരികയാണ്. അഭിയോട് അംബാലികയും അനിരുദ്ധനും ചോദിക്കുകയാണ്, സൂര്യയുടെ വല്ല കാര്യവും അറിഞ്ഞോ, സൂര്യയ്ക്ക് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇല്ല കിട്ടിയില്ല എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ അംബാലികയ്ക്കും അനിരുദ്ധനും നല്ല സന്തോഷമാവുകയാണ്. അപ്പോഴത്തേക്കും ഭരത്തും ഭാമയും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെ കിട്ടാനാ, കിട്ടില്ലല്ലോ, അത്രയ്ക്ക് വലിയ തട്ടിപ്പല്ലേ നടത്തിയിരിക്കുന്നത് എന്ന് അംബാലിക പറയാൻ കേട്ടോ. എങ്കിൽ അമ്മേ മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്, സൂര്യയ്ക്ക് ജാമ്യം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്, പക്ഷേ സൂര്യേട്ടനെ വെറുതെ വിടാൻ കോടതി ഉത്തരവിട്ടു.
സൂര്യേട്ടനെതിരെ കൊടുത്തിരിക്കുന്ന ചീറ്റിംഗ് കേസ് കോടതി തള്ളി എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അനിരുദ്ധനും അംബാലിക ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഭരത്തും ഭാമയൊക്കെ ആകെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് 10 കോടി രൂപ അപ്പോൾ എങ്ങനെ കിട്ടി, എങ്ങനെ നഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞോ എന്ന് അംബാലിക ചോദിക്കുമ്പോൾ അഭി പറയുകയാണ് അതിനെക്കുറിച്ചും എത്രയും പെട്ടെന്ന് തന്നെ ആ രഹസ്യം പുറത്തു വരും, ആരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ളതൊക്കെ പുറത്തു വരും. പക്ഷേ ഭരത്തും ഭാമയും കാണിച്ചത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ ഭാവനേച്ചിയെ ഇത്രയ്ക്ക് പോലും മനസ്സിലാക്കിയല്ലോ. ഭാവനേച്ചി ആ 10 കോടി രൂപ മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ടാവും എന്ന് കരുതി നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഫ്രൂട്ട്സും വാങ്ങി സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി പോയല്ലോ. അത് തന്നെ വലിയ കാര്യം. പക്ഷേ ഭാവനേച്ചിയെ മനസ്സിലാക്കാത്തവരാണ്. ഒന്നല്ലെങ്കിൽ ഭരത്, നീ ഒരു പോലീസ് ഓഫീസർ ആവേണ്ടതല്ലേ, എന്നിട്ടാണോ നീ നിന്റെ സ്വന്തം ചേച്ചിയെ ഇങ്ങനെ സംശയത്തോടു കൂടി? ഭാവനേച്ചിയുടെ സ്വഭാവം നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നൊക്കെ അഭി പറയട്ടോ. അപ്പോൾ ഭാമ അവിടെ കിടന്ന് ഉരുളാൻ നിൽക്കുമ്പോൾ വേണ്ട, നീ അധികമൊന്നും സംസാരിക്കേണ്ട, നിന്നെയും ഭരത്തിനെയും ഇപ്പോൾ നേർവഴിക്ക് നടത്തുന്നത് എൻ്റെ അമ്മയല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരികയുള്ളൂ എന്നും പറയാണ്. അപ്പോൾ അംബാലിക പറയും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല, അമ്മ ഇവരെ തടയാനൊന്നുമല്ലല്ലോ നിൽക്കുക, അമ്മ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞയക്കാനും ഭാവനേച്ച് കള്ളിയാണെന്ന് പറയാനുമായിരിക്കും അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടവും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭരത്തിനോടും ഭാമയോടും കൂടി അംബാലിക പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെയാണല്ലോ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭരത്തും ഭാമയും അവിടെ നിന്ന് പോയ ശേഷം അനിരുദ്ധനും അംബാലികയും പറയുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഭാമയും ഭരത്തും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, അവർക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മളെ കൂടെ അവർ നിൽക്കുന്നത്. അപ്പോൾ അംബാലിക പറയണേ ഞാൻ അന്ന് ഭാമയെ കണ്ടുപോയിട്ട് കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അവൾ അതെല്ലാം വിശ്വസിച്ചിട്ടുണ്ട്, അവൾക്ക് പൈസ തന്നെയാണ് മുഖ്യം, അല്ലാതെ കുടുംബങ്ങളെ അവൾ നോക്കുന്നില്ല, ബന്ധത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നൊക്കെ അനിരുദ്ധനും അംബാലികയും കൂടി പറയുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചേച്ചിയെയും അനിയനെയും നമ്മുടെ വരുതിയിൽ നിർത്താൻ നല്ല എളുപ്പമാണ്, പൈസയ്ക്ക് വേണ്ടി ബന്ധങ്ങൾക്ക് അവർ ഒരു വിലയും കൽപ്പിക്കില്ല, അതുകൊണ്ട് തന്നെ ഇവരെ വെച്ചിട്ട് തന്നെ ഭാവനയുടെ കുടുംബത്തെ ഇല്ലാതാക്കാനും എളുപ്പമാണ്, ഭാവനയും കൂടപ്പിറപ്പുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിപ്പിക്കാനും എളുപ്പമാണ്, അതിനാണ് ഇനി നമുക്ക് നോക്കേണ്ടത് എന്നൊക്കെ അംബാലികയും അനിരുദ്ധനും കൂടിയിട്ട് സംസാരിക്കാന്. അങ്ങനെ അംബാലികയ്ക്ക് ഭാവനയോടുള്ള പക തീർക്കാൻ വേണ്ടി ഭാമയെയും ഭരത്തിനെയും കരുവാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. പിന്നീട് വിജയപത്മൻ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിയുടെ മുടിയൊക്കെ വാർന്നു കൊടുക്കുകയാണ് പ്രതീഷിന്റെ ഭാര്യ. അങ്ങനെ അവർ സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോഴാവും ഭാവനയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. സൂര്യപ്രഭയിൽ പോയി ഭാവന കൊണ്ടുവന്ന ആ എണ്ണ തേച്ച് കുളിച്ചതോടുകൂടി എൻ്റെ തലയിലെ പെരിപ്പൊക്കെ മാറിയെന്ന് പ്രതീഷിന്റെ ഭാര്യയോട് പറയാണ്. അപ്പോഴാണ് വിജയപത്മൻ വന്ന് പറയുന്നത് ഒരു സന്തോഷ വാർത്തയുണ്ട് ജാനകി, സൂര്യയെ വെറുതെ വിട്ടു എന്ന് പറയട്ടോ. അത് കേട്ടതോടുകൂടി ജാനകിക്കും നല്ല സന്തോഷമാവും. അർജുനാണ് സൂര്യയെ പുഷ്പം പോലെ പുറത്തിറക്കിയത് എന്ന് വിജയപത്മൻ പറയുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അല്ല 10 കോടി രൂപ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല, ഞാനിപ്പോൾ ഭാവനയ്ക്ക് വിളിച്ചിരുന്നു, അപ്പോഴാണ് അറിഞ്ഞത്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രതീഷിന്റെ ഭാര്യ പറയാണ് ഉറപ്പായും അവർക്ക് ആ 10 കോടി രൂപ തിരിച്ചു കിട്ടും, കാരണം കട്ടിട്ടും കമർന്നിട്ടും ഉണ്ടാക്കിയ പൈസയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ഉറപ്പായും ഭാവനേച്ചിക്ക് അത് തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയുകയാണ് മോളെ നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ ഭാവനയോടുള്ള ആ സ്നേഹം ജാനകിക്കും വിജയപത്മനും അത്രയ്ക്കുണ്ട്. ഭാവനയ്ക്ക് നമ്മളോട് ഒരു ദേഷ്യവുമില്ല, അതുകൊണ്ടാണ് ഭാവന നമ്മളെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയതും പിന്നീട് എൻ്റെ അനിയൻ്റെ റൂം തന്നെ നിനക്കും വേണ്ടി തന്നതും. അപ്പോൾ ഭാവനയ്ക്ക് നമ്മളോട് ഒരു ദേഷ്യവും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഭാവനയ്ക്ക് കാവലായി അവളുടെ അച്ഛൻ തന്നെയുണ്ട്, അതുകൊണ്ട് ഭാവനയ്ക്ക് ഒരു ദോഷവും വരില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ പ്രതീഷിൻ്റെ ഭാര്യയും പറയണ്ടോ ഭാവനച്ചിക്ക് അത്രയ്ക്ക് നല്ല മനസ്സാണ്, ആരോടും ദേഷ്യവും പകയൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കില്ല, ഭാവനച്ചിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഉള്ളത്, ഭാവനേച്ചിയുടെ മനസ്സ് അത്രയ്ക്ക് നല്ലതാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ വിജയപത്മനും ജാനകിയും വീണ്ടും പറയുകയാണ് അതൊക്കെ ശരിയാണ്, ഇനിയിപ്പോൾ നമ്മളുടെ മോളുടെയും മോൻ്റെയും സ്വഭാവം കൂടിയാണ് ഒന്ന് മാറിക്കിട്ടേണ്ടത്, ഭാവനയോടുള്ള ദേഷ്യം അവർക്കൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ പ്രതീക്ഷേട്ടന് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല ഭാവനേച്ചിക്ക്. ഈ വീട് ഭാവനേച്ചി തിരിച്ചു പിടിച്ചു കൊടുത്തതോടുകൂടി പ്രതീക്ഷേട്ടന് ഭാവനേച്ചിയോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ പ്രതീഷിൻ്റെ ഭാര്യ. അപ്പോൾ ജാനകി പറയാണ് നമ്മുടെ മോൾ പല്ലവിയുടെ സ്വഭാവത്തിലാണ് ഇനി വ്യത്യാസം വരാനുള്ളത് എന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയുകയാണ് അതെല്ലാം ഭാവന മാറ്റിയെടുക്കും, നീ കണ്ടോ ജാനകി, പല്ലവിക്ക് ഭാവനയോടുള്ള ദേഷ്യമെല്ലാം തന്നെ ഭാവന തന്നെ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ഭാവനയെക്കുറിച്ച് തന്നെ
വായ തോരാതെ പറയാൻ കേട്ടോ. ഈ സമയത്ത് സൂര്യയോട് ദേവൻ പറഞ്ഞിട്ടുണ്ടാവും, ജാനകിക്കും വിജയപത്മനും ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ ഭാവനയോടുള്ള ദേഷ്യമെല്ലാം മാറി അവർക്കിപ്പോൾ സ്നേഹവും വാത്സല്യവുമാണ് ഉള്ളത്. പക്ഷേ നിന്റെ അമ്മയ്ക്ക് ഒരു തിരിച്ചടി കിട്ടിയിട്ട് പോലും ഭാവനയോടുള്ള ദേഷ്യവും വെറുപ്പും ഒന്നും മാറിയിട്ടില്ല. നിന്റെ അമ്മയാണോ ഭാവനയെ കള്ളിയാക്കാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ സൂര്യയോട് ദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴൊക്കെ ഭാവന പറയുന്നു, ഇല്ല അങ്കിൾ, ആൻറ്റി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിന്, ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ടു നിൽക്കില്ല. ഇത് മറ്റാരോ ആണ്. നമ്മളുടെ ബാങ്കിൽ 10 കോടി രൂപ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്തത്. അത് അർജുൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവർ തന്നെയാണ്. അത് ആരാണെന്നുള്ളത് കണ്ടെത്തണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത് എന്നൊക്കെ കൂടി ഭാവനയും സൂര്യയും ദേവനും കൂടി സംസാരിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് സൂര്യയും ഭാവനയും വീണ്ടും ബാൽക്കണിയിൽ നിന്ന് പോയിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യ ഇതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവാതെ നമുക്ക് അടുത്ത മാർഗം എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറയാണ്. അപ്പോൾ വീണ്ടും സൂര്യയുടെ സംശയം, എൻ്റെ മൊബൈലിൽ വന്ന OTP ആരായിരിക്കും അത് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ചിന്ത തന്നെയായിരിക്കും കേട്ടോ. അടുത്ത എപ്പിസോഡിൽ സൂര്യയും ഭാവനയും ഓഫീസിൽ പോയിട്ട് CCTV ഒക്കെ പരിശോധിക്കാൻ കേട്ടോ. അങ്ങനെ ആ CCTV പരിശോധിക്കുന്നതിൽ മാനസ സൂര്യയുടെ ഓഫീസ് റൂമിൽ കയറി ലാപ്ടോപ്പ് ഒക്കെ പരിശോധിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം തന്നെ കാണുകയാണ്. അങ്ങനെ അത് കണ്ടതോടുകൂടി മാനസയാണ് ഇതിൻ്റെ പുറകിലെന്ന് ഭാവനയ്ക്കും സൂര്യയ്ക്കും സംശയം വരികയാണ്. അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മാനസയും ജയനിർമ്മലയും അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ മാനസയോട് ഓരോ കാര്യങ്ങളായി ചോദിച്ചറിയാൻ കേട്ടോ സൂര്യ. അപ്പോൾ ജയനിർമ്മല പറയുകയാണ്, എന്താ സൂര്യ നീ കാണിക്കുന്നത്? മാനസയോട് നീ വല്ല പോലീസുകാരെ പോലെ ഓരോന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ടല്ലോ. മാനസയെ എന്താ നീ സംശയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജയനിർമ്മല ഒരുപാട് അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ സൂര്യ വീണ്ടും ജയനിർമ്മലയോട് പറയുകയാണ്, അത് അമ്മേ, ഞങ്ങൾ മാനസയോട് സംശയം ഉണ്ടായിട്ടല്ല. പക്ഷേ മാനസ എന്തിനാണ് എൻ്റെ ഓഫീസ് റൂമിൽ കയറി എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ജയനിർമ്മല വീണ്ടും മാനസയുടെ ഭാഗത്ത് നിന്ന് മാനസയെ കുറ്റവാളിയല്ല എന്നുള്ളത് വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ജയനിർമ്മല സൂര്യയോട് ചോദിക്കുകയാണ്, നീ എന്താടാ മാനസയെ ചോദ്യം ചെയ്യാനാണോ നിന്റെ പുറപ്പാട് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുകയാണ്, ഈ വീട്ടിലെ എല്ലാവരെയും സംശയിക്കുമ്പോൾ എല്ലാവരെയോടും ചോദ്യം ചെയ്യുമ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ അമ്മേ എന്ന് പറയണം. മാനസ ഒരു അടവെടുക്കാൻ കേട്ടോ. എന്നിട്ട് അങ്ങ് പൊട്ടിക്കരയാണ്. എന്നിട്ട് പറയുകയാണ്, എത്ര ആത്മാർത്ഥത ഒരു കാര്യവുമില്ല, ഞാനാണ് ഇപ്പോൾ ചെയ്തത് എന്ന് സൂര്യക്ക് സംശയം തോന്നില്ല, എനിക്കിനി ജീവനോടെ ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അഭിനയിക്കാൻ കേട്ടോ. എന്നിട്ട് മാനസ ഓടി ചെന്നിട്ട് റൂമിൽ പോയിട്ട് ഒരു വിഷക്കുപ്പി എടുക്കുകയാണ്. എന്നിട്ട് അവരെ എല്ലാവരെയും സോപ്പിട്ട് പിടിക്കാനുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. മാനസ എല്ലാ തെറ്റുകാരും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വിഷം കുടിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ജയനിർമ്മലയാണെങ്കിലോ മാനസയുടെ ഈ കള്ളത്തരത്തിലെല്ലാം തന്നെ വീഴുകയാണ്. അപ്പോൾ സൂര്യയ്ക്കും ഭാവനയ്ക്കും നല്ല സംശയം വരികയാണ് കേട്ടോ. മാനസയുടെ സംസാരവും പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ മാനസ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് സൂര്യയ്ക്ക് മനസ്സിലാവുകയാണ്.